നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാത്മാ ജീവകാരുണ്യ ഗ്രാമത്തിൽ വെച്ച് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായി. സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന സംഘടനയാണ് ഈ പ്രോഗ്രാം നടത്തിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവരിങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം പ്രാർത്ഥനയും പാട്ടും ഗാനമേളയും ഒക്കെ നടത്തി അവർക്ക് സന്തോഷം പകർന്നു വരുന്ന ഒരു ചടങ്ങാണത്. ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബിലൊക്കെ അതുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പ്രോഗ്രാമിനെ പറ്റി ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അവരൊരു മാതൃപൂജ സംഘടിപ്പിച്ചിരുന്നു. മാതൃപൂജ എന്ന് പറയുമ്പോൾ നമുക്ക് മഹാത്മാ പണ്ടൊരു മാതൃപൂജ നടത്തിയ ഒരു പക്ഷേ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മളൊരു 21 അമ്മമാർക്ക് പൂജ അർപ്പിച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ ഇവർ ചെയ്തതും ഇവർ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രായമുള്ള ഒരു 4-5 അമ്മമാരെ അവർക്ക് മുമ്പിലെ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അവരുടെ മുമ്പിൽ ഈശ്വരന് മുമ്പിൽ എന്താണോ അർപ്പിക്കുന്നത് എന്ന രീതിയിൽ വെളിച്ചമൊക്കെ പകർന്ന് സുഗന്ധമൊക്കെ പകർന്ന് വെച്ച് അവരുടെ കാൽക്കൽ പോയി വണങ്ങുന്ന ഒരു സംവിധാനം. തികച്ചും അത് ഒരു ആത്മീയം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു സന്ദേശമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനോടൊപ്പം അവർ ചെയ്തൊരു മഹത്തായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ അമ്പലങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള അല്ല കേട്ടിട്ടുള്ള സോപാന സംഗീതം, ഇവിടെ ഈശ്വരതുല്യമായി മാതാപിതാക്കളെ കാണുന്നതുകൊണ്ടാണ് ആ സോപാന സംഗീതം ആലപിക്കുവാൻ അനിൽ തയ്യാറായത്. വളരെ മനോഹരമായ ആ സോപാന സംഗീതം ആ അമ്മമാരുടെ മുമ്പിൽ അദ്ദേഹം പാടുകയാണ്. ആ പാട്ട് അങ്ങനെ മുഴുകി വരുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ശ്യാം ഹരിപ്പാട് കൃഷ്ണ വേഷമണിഞ്ഞ് വേദിയിലേക്ക് എത്തുന്നു. അത് അപ്രതീക്ഷിതമായി കൃഷ്ണവേഷത്തിലെത്തിയ ശ്യാം ഹരിപ്പാടിനെ കണ്ട അമ്മമാർ വളരെ ആശ്ചര്യപൂർവ്വം വളരെ സന്തോഷത്തോടുകൂടി ആ ദൈവികതയെ സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ ആ കാഴ്ചയിൽ ആ അമ്മമാർക്കിടയിലെ ഗുരുവായൂർ എന്നുള്ളൊരു അമ്മയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ കാണുവാനിടയായി. കാര്യം ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഗുരുവായൂർ പോകണമെന്നൊക്കെ പറയും. ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ അമ്മയെ കൊണ്ടുപോകാനോ അത് പറ്റാറില്ല. എങ്കിൽ പോലും ഇങ്ങനെയൊരു അനുഭവം അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് അവിടെ നിന്ന് അങ്ങനെ ആ കൃഷ്ണരൂപം ആ ഓരോ അമ്മമാരെയും നെറ്റിയിൽ ചന്ദനക്കുരിയൊക്കെ അണിയിച്ച് സദസ്സിലേക്ക് ഇറങ്ങി വരികയും സദസ്സിലിരിക്കുന്നവരെയും ഒക്കെ ഇങ്ങനെ ആശീർവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറെ സന്തോഷം തോന്നി. ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ സ്റ്റാഫ് മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആ പ്രോഗ്രാമിനെ പറ്റി എന്താണ്? എല്ലാവർക്കും വലിയ സന്തോഷം, നല്ലൊരു പ്രോഗ്രാം തന്നെയല്ല, അവർക്കെല്ലാം വലിയ ഭക്തി, അവരുടെ എല്ലാ മനസ്സിൻ്റെ ഭക്തിയും സ്നേഹവും ഒക്കെ എനിക്ക് അവരുടെ മുഖങ്ങളിൽ പ്രകടമായി. സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ശരി, നിങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുന്ന നിമിഷം ഈ കൃഷ്ണ ഭഗവാൻ, അതായത് ശ്യാം ഹരിപ്പാടല്ല, കൃഷ്ണ ഭഗവാൻ ഒരു പക്ഷേ ഇതേ വേഷത്തിൽ ഇറങ്ങി നമ്മളുടെ ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അപ്പോഴേ അതിൽ ഏറ്റവും നല്ല ഭക്തിയുള്ള ഒരാൾ പറഞ്ഞു, സാർ ഞാൻ അവിടെ ചെല്ലും, അടുത്ത് ചേർന്ന് നിൽക്കും, അദ്ദേഹത്തിനോട് ആശീർവാദം ചോദിക്കും, ആ ആശീർവാദം സ്വീകരിക്കും. ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കും. സെൽഫിയൊക്കെ എടുത്ത് ഞാൻ സന്തോഷവാനായി പോകും. മറ്റൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ അങ്ങനെ വന്നതല്ലേ, തീർച്ചയായും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ഒരല്പം ഭക്ഷണമോ അല്ലെങ്കിൽ ഒരല്പം ജലമോ ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് എന്തായിരിക്കും? അടുത്തയാൾ പറഞ്ഞു, സാർ കുറച്ച് സമയം കൂടെ ഒക്കെ കഴിഞ്ഞാൽ എന്താ, ചിലപ്പോൾ ഞാൻ വണ്ടിക്കൂലി കൊടുക്കും.
അതൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് യഥാർത്ഥ കൃഷ്ണനാണ്. നിങ്ങൾക്കൊരു പക്ഷേ അറിയില്ലായിരിക്കാം. പക്ഷേ യഥാർത്ഥ കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സാർ, കൃഷ്ണൻ ഇപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ കൃഷ്ണൻ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല സാർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു വേഷം കെട്ടലായിട്ടാണ് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അപ്പം എന്താണ് അതിൻ്റെ കാരണം? അതൊരു വേഷം കെട്ടലായി കാണേണ്ടി വരിക എന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ കൃഷ്ണൻ അങ്ങനെ ഒരു രൂപത്തിൽ വന്ന് നിൽക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ഏറെ ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്ന ആ ചിന്ത. അവിടെ അതാണ് ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയത്. ഒരിക്കലും കൃഷ്ണൻ ആ രൂപത്തിൽ അവിടെ വന്ന് നിൽക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ ആ വേഷത്തിൽ അങ്ങനെ വന്ന് നിൽക്കില്ല. അഥവാ നമ്മളുടെ ഇന്നത്തെ കാലം അനുസരിച്ചാണെങ്കിൽ ആ കൃഷ്ണൻ അങ്ങനെ ആ രൂപത്തിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ തലയിലിരിക്കുന്ന കിരീടവും കാതിൽ കിടക്കുന്ന കമ്മലും ഒക്കെ ഒറിജിനലാണോ എന്ന് നോക്കിയാൽ ഒറിജിനൽ ആണെങ്കിൽ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഭയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൃഷ്ണൻ ആ ഒരു വേഷത്തിൽ വന്ന് നിൽക്കുമെന്ന് ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല. കുറച്ച് നേരം അവിടെ കഴിഞ്ഞാൽ വിളിച്ചു പറയും, സാർ ഇവിടെ ഒരാൾ വേഷം കെട്ടി നിൽക്കുന്നു, ഒന്നുകിൽ പോലീസിലേക്ക് വിളിച്ചു പറയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയ കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറയും, സാർ ഒരാൾ ഇങ്ങനെ വേഷം കെട്ടി നിൽക്കുന്നു. അതേ ചോദ്യം ഞാൻ മറ്റൊരു സമൂഹത്തോട് ചോദിച്ചു. അവിടെ തന്നെ മറ്റൊരാൾ ചോദിച്ചു, പക്ഷേ കുരിശുരൂപമൊക്കെ പിടിച്ച് യേശുക്രിസ്തു ഇങ്ങനെ വന്ന് നിന്നാൽ നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരുടെ ഭാഗത്തും ഇത്രയൊക്കെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും അങ്ങനെ വന്ന് നിൽക്കുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സത്യം, അല്ലെങ്കിൽ ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നമ്മളുടെ ഈശ്വരഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചിന്ത എന്ന് പറയുന്നത് കാലാനുസൃതമായ വേഷപ്പകർച്ചകളാണ്. ഒരു കാലഘട്ടത്തിൽ കൃഷ്ണഭഗവാൻ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ കൃഷ്ണഭഗവാന്റെ അവതാരം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ വേഷങ്ങളിലാണ് നാം അവരെ കാണുവാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ വേഷത്തിൽ നമുക്ക് അവരെ കാണുവാനും, അല്ലെങ്കിൽ നാം ഇന്നും ആ വേഷത്തിൽ അവരെ ആരാധിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തു വർഷത്തിലെ ഈ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ മനോഹരമായ ആ വസ്ത്ര രീതികൾ, അല്ലെങ്കിൽ ആ വസ്ത്ര സംവിധാനങ്ങൾ, അന്നത്തെ ആ രീതികളാണ്, ശിക്ഷാരീതികളാണ് കുരിശുമരണവും ഒക്കെ ഉണ്ടായിരുന്നത്. അത്ര പ്രാചീനമായ ഒരു മരണ സംവിധാനം ഇന്നില്ല. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് ചോദിച്ചാൽ ചിലപ്പം അത് കാലോചിതമാണ്, അല്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളാണ്. ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന ദൈവികത, അല്ലെങ്കിൽ ദൈവ അവതാരങ്ങൾ, ഈ കാലഘട്ടത്തിലും അവതാരങ്ങൾ ഉണ്ടായിരിക്കാം. ഈ അവതാരങ്ങൾ ഒരു പക്ഷേ ഈ വേഷത്തിൽ വന്നു നിന്നാൽ നാം സ്വീകരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മെപ്പോലെ സാധാരണ വേഷത്തിൽ ഷർട്ടും മുണ്ടുമിട്ട്, സാരി ഉടുത്ത്, പാൻറ്റും ഷർട്ടും ഇട്ട്, ചിലപ്പോൾ ഭിക്ഷക്കാരൻ്റെ പോലും വേഷത്തിൽ, അല്ലെങ്കിൽ കാഷായം ഉടുത്തുകൊണ്ട് ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് കൈ നീട്ടുകയോ സഹായം ചോദിക്കുകയോ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുകയോ ചെയ്യുമ്പോൾ നാം അവരെ ഭിക്ഷക്കാരനെന്നും പിരിവുകാരനെന്നും ഒക്കെ ആക്ഷേപിച്ച് അവരെ പറഞ്ഞു വിടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടോ? നാം എപ്പോഴും ഇങ്ങനെ ഭഗവാൻ ഈ രൂപത്തിൽ തന്നെ വരണമെന്ന് ആശിച്ചിരുന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ഭഗവാൻ ആ രൂപത്തിൽ വരണമെന്നുണ്ടോ? ഒരുപക്ഷെ നമ്മെ പരീക്ഷിക്കാൻ എത്ര പ്രാവശ്യം നമ്മുടെ മുമ്പിൽ ഭഗവാൻ വന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്രിസ്തു വന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹു വന്ന് പോയിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൻ്റെ ചിന്തയും നമ്മുടെ മനസ്സും നമ്മളുടെ പൂർവികരുടെ വിചാരവും അനുസരിച്ച് ഈശ്വരൻ വരണമെന്ന് നാം നിശ്ചയിക്കുന്നതല്ലേ തെറ്റ്? ഈശ്വരൻ ഏത് രൂപത്തിലും, ഏത് ഭാവത്തിലും, ഏത് ചിന്തയിലും വരാൻ പറ്റില്ലേ? അപ്പം നാം ചെയ്യേണ്ടത്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഈശ്വരാംശമാണെന്നും നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ഈശ്വരനായിരിക്കുമെന്ന ചിന്തയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ ഏകദേശം 400ഓളം അച്ഛനമ്മമാർ, വയോജനങ്ങൾ, വൃദ്ധർ, ഭിക്ഷാടകർ ഒക്കെ ആയിട്ടുള്ളവർ കഴിയുന്നുണ്ട്. ഓരോ മനുഷ്യനും കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, ഇത് ദൈവമാണ്, ഇത് ഈശ്വരനാണ്, ഈശ്വരൻ വേഷം മാറി എന്നെ പരീക്ഷിക്കാൻ വരികയാണ്, ഏറ്റവും നന്നായി അദ്ദേഹത്തെ സ്വീകരിക്കണം, ഏറ്റവും നന്നായി അദ്ദേഹത്തെ പരിചരിക്കണം, ഏറ്റവും നല്ല വസ്ത്രം കൊടുക്കണം, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം, ഏറ്റവും നല്ല കിടപ്പട കൊടുക്കണം, ഏറ്റവും നല്ല കിടപ്പാടം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രവർത്തകരോടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യനും അതിലാരാണ് ദൈവമെന്ന് കണ്ടെത്താൻ ചിലപ്പോൾ നമുക്കൊപ്പം പ്രയാസം ഉണ്ടാവും. പക്ഷെ ദൈവമുണ്ട്, നമുക്കൊപ്പം ദൈവമുണ്ട്. നമ്മളെ സഹായിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ഈശ്വരാംശമാണ്. അവർ ഈശ്വരനാണ് ഇങ്ങോട്ട് വിടുന്നത്. ചിലപ്പോൾ അവർക്കൊപ്പം ഈശ്വരൻ കയറി വരുന്നുണ്ടാവും. ആ ഈശ്വരൻ നമുക്കൊപ്പം വന്നിരുന്ന് കഥ പറയുന്നുണ്ടാവും. ഞാനീ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടാവും. എൻ്റെ സഹയാത്രികർ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടാവും. മാറി നിന്നും കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ തിരിച്ചറിവുകളാണ് പ്രധാനം. നമുക്കറിയാം, നമ്മൾക്ക് കാലാകാലങ്ങളായി നമ്മളുടെ മുമ്പിൽ അവതരിച്ച നമ്മളെ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കടത്തിക്കൊണ്ടു നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലഘട്ടത്തിൽ നിന്നും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്കറിയാം. നമ്മളെ അടിമത്തത്തിൽ നിന്നും ഐത്തത്തിൽ നിന്നും സംരക്ഷിച്ച നമ്മളുടെ ധീര ദേശാഭിമാനികളെ നമുക്കറിയാം. ഈ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച ഓരോ മനുഷ്യരെയും നമുക്കറിയാം. ഞാൻ എടുത്തു പറയേണ്ടതില്ല, എല്ലാവരെയും നമുക്കറിയാം. ഇതൊക്കെ ദേവഗണത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ദേവ അവതാരങ്ങളായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ആ കാലാനുസൃതമായ അവതാരങ്ങളായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഈശ്വരൻ എത്ര പ്രാവശ്യം നമ്മുടെ മുമ്പിൽ കടന്നു പോയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക.
അപ്പോൾ കടന്നു വരുന്ന ഓരോ മനുഷ്യനെയും ഈശ്വരനായി കാണേണ്ടിയിരിക്കുന്നു. ഓരോ ജീവിയെയും ഓരോ ജീവജാലങ്ങളെയും ഈശ്വരാംശമായി നാം കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ നമുക്ക് പരസ്പരമുള്ള പകയും വിദ്വേഷവും ഒക്കെ മറന്ന് നമുക്ക് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു കഥ പറഞ്ഞത് ഒരു പക്ഷേ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈശ്വരൻ കടന്നു വരാം. നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ മറികടന്ന് പോകുമ്പോൾ ഓർക്കുക, ഒരിക്കലും നമുക്ക് തിരിച്ചിങ്ങനെ ഒരു അവസരം കിട്ടില്ല ആ ഈശ്വരനെ കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും. എവിടെയെങ്കിലും ഒരു രൂപത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്നതല്ല ഈശ്വരൻ. ഈശ്വരൻ നമുക്കൊപ്പമുണ്ട്, നമുക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഈ തിരിച്ചറിവ് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക. നന്ദി.